ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ചാപ്റ്റർ 5 സംസ്മരണാണ്. സംസ്മരൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മക്കുറിപ്പാണ്. ഓക്കെ, സംസ്മരൺ ഓർമ്മക്കുറിപ്പായിട്ടുള്ള മീഠ സന്താര. ഓക്കെ, അപ്പം ഒരു സംസ്മരന്റെ പേരാണ് മീഠ സന്താര. അതിന്റെ ഓഥർ ആരാണ്? യായാവർ. ഓക്കെ, യായാവർ ആണ് ഓഥറിന്റെ പേര്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ്? സംസ്മരണാണ്. പേരെന്താണ്? മീഠ സന്താര. മീഠ സന്താര എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മീഠ സന്താര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരമുള്ള ഓറഞ്ച് എന്നാണ് അർത്ഥം. ഓഥറിന്റെ പേരെന്താണ്? യായാവർ. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്കിത് വായിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മീനിങ് പറയാം. ഫസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. मैं जब भी शिलोंग में बिताए दिनों को याद करती हूँ तो मुझे बूटी गाग याद आती है. वहाँ मैं मल्की हिल्स में रहता था. वह हमारे घर के पास ही छोटी सी गुमटी में बैठी मौसमी फल बेचती थी. संदेरा, केले, प्लम, पाइनएप्पल व उबले शंकरगत, बिस्कुट, चॉकलेट व पिपरमिंट. स्कूली बच्चे उसके नियमित ग्राहक थे. मैं भी उधर से जाते आते उस दुकान से कुछ ना कुछ खरीदा. थोड़ी गपशप भी करता. कभी कभी उसके साथ उसकी पोती भी बैठी होती. ഓക്കെ, അപ്പൊ യായാവർ എന്ന് പറയുന്ന ഓഥറിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് തുടക്കമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പം യായാവർ എന്ന് പറയുന്നതാണ് മേ എന്ന് പറഞ്ഞിവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്, ഉദ്ദേശിച്ചിരിക്കുന്നത്. മേ എന്ന് പറയുന്നത് അത് ആരാണ്? യായാവർ ആണ്. ओके, मैं जब भी शिलोंग में बिताई दिनों का याद करता हूँ. എന്താണ്? ഓഥർ അല്ലെങ്കിൽ യായാവർ ഷിലോങ് എന്ന് പറയുന്നത് എവിടെയാണ്? മേഘാലയന്റെ ക്യാപിറ്റൽ സിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷിലോങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മേഘാലയയിലെ ഷിലോങ്ങിലാണ് നമ്മുടെ ഓഥർ താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഓർമ്മകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. मैं जब भी शिलोंग में बिताई दिनों का याद करता हूँ तो मुझे बूटी गाग याद आती है. അപ്പൊ എന്താണ്? യായാവർ ഷിലോങ്ങിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ, അപ്പം അയാൾക്ക് ഷിലോങ്ങിൽ താമസിച്ച ആ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? ബൂട്ടി ഗാഗ്. ബൂട്ടി ഗാഗ് എന്ന് പറഞ്ഞാൽ എന്താ? വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീന്റെ ഓർമ്മയാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത് എന്നാണ് യായാവർ പറയുന്നത്. ഓക്കെ, ബിത്തായി ദിനവും അവിടെ ചെലവഴിച്ച ദിനങ്ങളിൽ. യാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മ. തോ മുജെ, ബൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? വയസ്സായ. ബൂട്ടി ഗാഗ് എന്ന് പറഞ്ഞാൽ വയസ്സായ. യാദ് ആത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മ വരുന്നുണ്ട്. വഹാ മേ മൽക്കി ഹിൽസ് മേ രഹത്താ താ. അപ്പൊ യായാവർ ഷിലോങ്ങിൽ എവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്? വഹാ മേ മൽക്കി ഹിൽസ്. ഒരു ഹിൽസിന്റെ പേരാണ് മൽക്കി ഹിൽസിലാണ് യായാവർ താമസിച്ചുകൊണ്ടിരുന്നത്. वह हमारे घर के पास ही छोटी सी कुमटी में बैठी मौसमी फल बेचती थी. അപ്പൊ എന്താണ്? ഈ ബൂട്ടി ഗാഗിനെ കുറിച്ച് ഓർത്ത് അവരുടെ കഥയാണ് ആര് പറയുന്നത്? യായാവർ പറയുന്നത്. അപ്പൊ അവരെ പറ്റിയാണ് പറയുന്നത്. വോ ഹമാരെ ഘർ കെ പാസ്. അപ്പൊ യായാവറിന്റെ വീടിന് അടുത്ത് ചേർന്ന് എന്താണ്? ഒരു ചോട്ടീസി കുമിട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറിയൊരു പെട്ടിക്കട. ഓക്കെ, ചോട്ടീസി കുമിട്ടി മേ ബൈട്ടി. അവിടെ ചെറിയൊരു പെട്ടിക്കടയിൽ ഇരുന്നിട്ട് എന്താണ്? മൗസമി ഫൽ ബേച്ച്തി തി. മൗസമി ഫലിന്റെ അർത്ഥം എന്താണ്? സീസണൽ ഫ്രൂട്ട്സ്. ഓരോ കാലാവസ്ഥയും അനുസരിച്ച് അവിടെ ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ ഏത് ഫ്രൂട്ടാണോ ഉണ്ടാകുന്നത് ആ ഫ്രൂട്ട്സ് വിൽക്കും. അതേപോലെ സീസണൽ ഫ്രൂട്ട്സ്, മൗസമി ഫൽ എന്ന് പറഞ്ഞ സീസണൽ ഫ്രൂട്ട്സ് വിൽക്കുകയായിരുന്നു അവരുടെ മെയിൻ ജോലി. സന്ദേരെ, അപ്പൊ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് വിൽക്കുന്നതെന്നാണ് അടുത്ത് പറയുന്നത്.
സന്തേരെ, സന്തേരെ എന്ന് പറഞ്ഞാൽ എന്താ? ഓറഞ്ച്. കേലെ, കേലെ എന്ന് പറഞ്ഞാൽ എന്താ? പഴം. പ്ലം, പ്ലം എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു ടൈപ്പ് ഓഫ് ആപ്പിളിനെയാണ് പ്ലം എന്ന് പറയുന്നത്. പൈനാപ്പിൾ. ഉബലെ ശങ്കർഗന്ദ്, ഉബലെ ശങ്കർഗന്ദ് എന്ന് പറയുന്നത് ഈ ഹിൽ ഏരിയാസിൽ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? ബിസ്ക്കറ്റ്സ് ഉണ്ട്, ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്, പിപ്പർമേറ്റ്. ഓക്കെ, അപ്പം ഈ ഫ്രൂട്ട്സ് ഒക്കെ, ഈ സീസണൽ ഫ്രൂട്ട്സ് ഒക്കെയാണ് ആ ബൂട്ടി ഗാഗ വിറ്റോണ്ടിരുന്നത്. സ്കൂളി ബच्चे उसकी नियमित ग्राहक थे. അപ്പൊ എന്താണ്? സ്കൂൾ കുട്ടികളാണ് അവരുടെ എപ്പോഴത്തെയും കസ്റ്റമേഴ്സ്. അവരുടെ കടയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ആരായിരുന്നു? സ്കൂൾ കുട്ടികളായിരുന്നു. ഓക്കെ, മേ ബി ഉദർ സെ ജാത്തെ ആത്തെ ഉസ് ദുകാൻ സെ കുച്ച് നാ കുച്ച് ഖരീദ. അപ്പൊ എന്താണ്? യായാവർ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ്? വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്കും അവിടേക്ക് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താണ്? ഈ ബൂട്ടി ഗാഗയുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. മേ ബി ഉദർ സെ ജാത്തെ ആത്തെ ദുകാൻ. ദുകാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കടയിൽ അല്ലെങ്കിൽ അവരുടെ ആ കൊമിറ്റി എന്നാണ് പറയുന്നത്. കുച്ച്നാ കുച്ച്, കുച്ച്നാ കുച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലുമൊക്കെ സാധനം ഖരീദ. ഖരീദ എന്ന് പറഞ്ഞാൽ എന്താ? ഖരീദിത്ത എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങിക്കുമായിരുന്നു. ഓക്കെ, തോടി ഗബ്ഷബ് ബി കർത്ത. തോടി ഗബ്ഷബ് ബി കർത്ത എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് അവരോട് ഇപ്പൊ സാധനം വാങ്ങുന്ന ഇടയ്ക്ക് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. കബി കബി ഉസ്കെ സാത്ത് ഉസ്കി പോത്തി ബി ബൈട്ടി ഹോത്തി. അപ്പൊ എന്താ? ചില സമയങ്ങളിലൊക്കെ എന്താ? പോത്തി എന്ന് പറഞ്ഞാൽ എന്താ? കൊച്ചുമക്കൾ അല്ലെങ്കിൽ മരുമക്കൾ എന്ന് പറയുന്നതാണ് പോത്തി. അപ്പം ആ മുത്തശ്ശീന്റെ കൂടെ അവരുടെ മരുമക്കളായിട്ടുള്ള ഒരു മകളും കൂടെ അവരുടെ കൂടെ കടയിൽ ഇരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഈ ഒരു ഭാഗം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇതാണ് ആ കട കാണിച്ചിരിക്കുന്നത്. ആ കുമ്മിട്ടിക്കട. കുമ്മിട്ടിക്കടയിൽ ആരാ? തന്നെ പ്രായമായിട്ടുള്ള വൃദ്ധയായിട്ടുള്ള സ്ത്രീയും ഉണ്ട്, അവരുടെ പോത്തി. പോത്തി എന്ന് പറഞ്ഞാൽ എന്താ? മരുമകൾ അല്ലേ? ഓക്കെ, അപ്പം അവരുടെ കടയിൽ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഒക്കെ നേരെ സീസണൽ ഫ്രൂട്ട്സ്. ഓക്കെ, സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ, സീസണൽ ഫൽ, മൗസമി ഫൽ എന്നാണ് ഹിന്ദി പറയാ. മൗസമി ഫൽസ് ഒക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വായിച്ചു നോക്കാം. एक दिन मैं घर लौटते समय उधर से गुजारा तो उससे गपशप करने के लिए ठहर गया. मैंने उससे पूछा, संदारा मीठा है? उसने कहा, हाँ बहुत मीठा. मगर जब मैंने वही सवाल दोहराया तो वह बोली, मीठा है तो क्या नहीं मीठा होगा? कितनी चीनी डाली? मैंने पूछा. वह समझ गई कि मैं मजाक कर रहा था. बोली, 1 पवा. मैंने कहा, 1 पवा चीनी में तो ज्यादा मीठा नहीं होगा. അപ്പൊ എന്താണ് ഈ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? एक दिन मैं घर लौटते समय उधर से गुजारा तो എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ലൗട്ടെ സമയ ഉദർ സെ ഗുസാര എന്താണ്? ഈ കടയുടെ അടുത്ത് കൂടെ വന്നു. तो उससे गपशप करने के लिए ठहर गया. അപ്പൊ എന്താണ്? ഒരു ദിവസം വീട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ കടയുടെ അവിടെ എത്തിയപ്പോൾ എന്താണ്? ഉസ്സെ ഗപ്ഷപ്പ്. ഗപ്ഷപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടി അവിടെ ടെഹര എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് അവിടെ നിൽക്കുന്നതിനാണ് എന്താ പറയുക? ടെഹര ഗയ എന്ന് പറയുക. ഓക്കെ, മേനെ ഉസ്നെ പൂച്ച. മേനെ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓദർ ആയിട്ടുള്ള യായാവർ ആണ്. ഓക്കെ, അപ്പൊ യായാവർ എന്ത് ചെയ്തു? ആ ബൂട്ടി ഗാഗേനോട് ചോദിച്ചു, സന്താര മീഠാ ഹെ? ഓറഞ്ച് മധുരമുള്ളതാണോ? സന്താര എന്ന് ഇവിടെ പറയുന്നത് എന്താണ്? ഓറഞ്ച് ആണ്. മീഠ എന്ന് പറഞ്ഞാൽ മധുരം. സന്താര മീഠാ ഹെ? ഓറഞ്ച് മധുരമുള്ളതാണോ എന്ന് ചോദിച്ചു. ഉസ്നെ കഹ, ഹാ ബഹുത് മീഠാ ഹെ. അപ്പൊ എന്താണ്? ആ ബൂട്ടി ഗാഗ എന്ത് പറഞ്ഞു? ആ നല്ല മധുരമുള്ളതാണ്, ബഹുത് മീഠാ ഹെ എന്ന് പറഞ്ഞു. മഗർ ജബ് മേനെ വഹി സവാൽ ദുഹരായ തോ വഹ് ബോല. അപ്പൊ എന്താ? വീണ്ടും എന്ത് ചെയ്തു? യായാവർ ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചു. മഗർ ജബ് വഹി സവാൽ. സവാൽ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും. ദുഹരായ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യും. തോ വ ബോലി. അപ്പൊ അവരെന്ത് പറഞ്ഞു?
मीठा है तो क्या नहीं मीठा होगा. ഇപ്പം മധുരം ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ എന്ന് ആ ബൂട്ടി ഗാഗ പറഞ്ഞു. കിത്നി ചീനി ഡാലി മേനെ പൂച്ച. അപ്പം യായാവറായിട്ടുള്ള ഓദർ ആ ദാദീനോട് അല്ലെങ്കിൽ ആ ബൂട്ട സ്ത്രീനോട് എന്ത് ചോദിച്ചു? കിത്നി ചീനി ഡാലി, എത്ര പഞ്ചസാര ഇട്ടു എന്ന് യായാവർ ചോദിച്ചു. വ സമജ് ഗയി കി മേ മസാക് കർ റഹാ താ. അപ്പൊ എന്താണ് ആ വൃദ്ധയായ സ്ത്രീക്ക് മനസ്സിലായി എന്താണ് യായാവർ മസാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കളിയാക്കി ചോദിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ, വ സമജ് ഗയാക്കി മേ മസാക് കർ റഹാ താ. എന്താണ് ആ വൃദ്ധയായ സ്ത്രീക്ക് മനസ്സിലായി എന്താണ് യായാവർ കളിയാക്കി ചോദിക്കുകയാണ്. ബോലി ഏക് പവ. ഇവിടെ ഏക് പവ എന്ന് പറഞ്ഞാൽ എന്താണ് 1/4 സ്പൂണ് പഞ്ചസാര ഇടുന്നതിനൊക്കെയാണ് ഏക് പവ, ഒരു അളവാണ് ഏക് പവ എന്ന് പറയുന്നത്. ഓക്കെ, മേനെ കഹ ഏക് പവ ചീനി മേ തോ ജ്യാദ മീഠ നഹി ഹോഗ. അപ്പൊ എന്താണ് ഓദർ പറയാണ് ഒരു 1/4 സ്പൂൺ ഇട്ടെന്ന് വെച്ചിട്ട് ഭയങ്കര മധുരം ഒന്നും കൂടില്ല എന്നാണ് പറയുന്നത്. സ്യാദ എന്ന് പറഞ്ഞാൽ എന്താ കൂടില്ല, അധികം ഒന്നും ആകില്ല. മീഠ എന്ന് പറഞ്ഞാൽ മധുരം. ഓക്കെ, കൂട്ടുകാർക്ക് ഈ ഭാഗം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് കാണാം ആ വൃദ്ധയായ സ്ത്രീയും അവരുടെ പോത്തി മരുമകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് യായാവർ എന്താണ് ഈ ഓറഞ്ച് സന്താര മധുരം ഉണ്ടോ ചോദിക്കുന്ന സമയത്ത് ദോ പവ ഡാല എന്നുള്ളതിന് ആക്ഷൻ കാണിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, वो हंसते हुए 2 उंगलियां दिखाकर बोली दो पवा. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ പിക്ചറിൽ കണ്ടില്ലേ ആ വൃദ്ധയായ സ്ത്രീ എന്താ 2 വിരലുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യായാവറിനോട് പറഞ്ഞു ദോ പവ, 2/4 സ്പൂൺ പഞ്ചസാര ഇട്ടു. ഹാ തപ്പു സെറൂർ മീഠ ഹോഗ. അപ്പൊ എന്താ 2/4 സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നന്നായിട്ട് മധുരം ഉണ്ടാവും എന്ന് യായാവർ പറഞ്ഞു. मैंने उससे कुछ संदारे खरीदे और घर चला आया. എന്നിട്ട് എന്താണ് ആ വൃദ്ധയായ സ്ത്രീന്റെ കയ്യിൽ നിന്ന് കുറച്ച്, കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച്, സന്താര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ച്, ഖരീദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു. ഘർ ചല ആയ, വീട്ടിലേക്ക് തിരിച്ചു വന്നു. കുച്ച് സമയ ബാദ് मैंने शिलोंग छोड़ दिया और फिर बरसों मेरा उधर जाना नहीं हुआ. അപ്പൊ എന്താണ് കുച്ച് സമയ ബാദ്, കുറച്ച് സമയങ്ങൾക്ക് ശേഷം എന്താണ് യായാവർ ഷിലോങ് ചോഡ് ദിയ, ഷിലോങ്ങിൽ നിന്ന് തിരിച്ചു വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഓർ ഫിർ ബർസോം എന്ന് പറഞ്ഞാൽ എന്താ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം എന്താണ് മേര ഉദർ ജാന നഹി ഹുവ, എന്താണ് അവർക്ക് തിരിച്ച് ഷിലോങ്ങിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഷിലോങ്ങിൽ നിന്ന് അവർ തിരിച്ചു വന്നതിന് ശേഷം തിരിച്ച് അങ്ങോട്ടേക്ക് ഷിലോങ്ങിലേക്ക് മടങ്ങി പോകാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. ലഗ്ഭഗ് 20 സാൽ ബാദ് മേ ഫിർ ഷിലോങ് ആയ. അത് കഴിഞ്ഞിട്ട് എന്താണ് 20 വർഷങ്ങൾക്ക് ശേഷം അവൻ എങ്ങോട്ട് പോവുകയാണ്? ഷിലോങ്ങിലേക്ക് പോവുകയാണ്. ആര്? യായാവർ. മുझे उस ബൂട്ടി ഗാഗ की യാദായി. അപ്പൊ 20 വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ഷിലോങ്ങിലേക്ക് പോയപ്പോ എന്താണ് ആ ബൂട്ടി ഗാഗന്റെ ഓർമ്മ ആർക്ക് വന്നു? ഓദറിന് വന്നു. उससे मिलने में फिर മൽക്കി ഹിൽസ് പहुंचा. അപ്പൊ എന്താണ് ആ ബൂട്ടി ഗാഗന്റെ ഓർമ്മ വന്നിട്ട് എന്താണ് തിരിച്ച് മൽക്കി ഹിൽസിലേക്ക്, ആദ്യം ഓദറായിട്ടുള്ള യായാവർ താമസിച്ചുകൊണ്ടിരുന്ന മൽക്കി ഹിൽസിലേക്ക് അവൻ പോയി. उसी जगह जहां वह छोटी सी कुमिटी में बैठी हुई फल बेचती थी. അപ്പൊ എവിടെയാണ് ഇങ്ങോട്ടേക്കാണ് തിരിച്ചു പോയത്? മൽക്കി ഹിൽസിൽ എവിടെയാണോ ആ ബൂട്ടി ഗാഗ ഒരു കട എന്താണ് പെട്ടിക്കടയിൽ പച്ചക്കറിയല്ല ഫ്രൂട്ട്സ് വിറ്റുകൊണ്ടിരുന്ന ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയി. ദുകാൻ തോ വഹി തി എന്ന ആ കട അവിടെ തന്നെ, ആ പെട്ടിക്കട അവിടെ തന്നെ ഉണ്ടായിരുന്നു. മഗർ വ വൃദ്ധ കഹി നസർ നിഹി ആയി. പക്ഷെ എന്താണ് ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീനെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. വഹാം എക് യുവതി ബൈട്ടി തി. ആ വൃദ്ധയായ സ്ത്രീ ഇരുന്നിടത്ത് അവിടെ ഒരു യുവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായം അധികം ആവാത്ത ഒരു യുവതി അവിടെ ഉണ്ടായിരുന്നു. ഉസ്കെ പാസ് ഹി ഉസ്കി ചോട്ടി സി ലഡ്കി ബി ബൈട്ടി തി. ആ യുവതിന്റെ അടുത്ത് തന്നെ അവരുടെ ഒരു ചെറിയ
മകളും ഇരുന്നിരുന്നു. दुकान वैसी ही थी जैसी वह अब से 20 साल पहले हुआ करती थी. അപ്പൊ എന്താണ് ദുക്കാൻ എന്ന് പറഞ്ഞാൽ ആ പെട്ടിക്കട 20 വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ദുക്കാൻ വൈസി ഹീത്തി, ദുക്കാൻ അതേപോലെ ഉണ്ടായിരുന്നു. ജൈസി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അത് 20 വർഷം മുന്നേ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ആ പെട്ടിക്കട അവിടെ ഉണ്ടെന്നാണ് ഓതർ പറയുന്നത്. ഓക്കെ, കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത സെക്ഷനിലേക്ക് നോക്കാം. ഇതെന്താണ്, നമ്മുടെ യായാവർ 20 വർഷങ്ങൾക്ക് ശേഷം മൽക്കി ഹിൽസിലേക്ക് ഈ ബൂട്ടി ഗാഗേനെ അന്വേഷിച്ചു വരുമ്പോൾ ആ കടയാണ് കാണുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. मैंने उस गाग से उस बूटी महिला के बारे में पूछा. पता चला वह उसकी नानी थी जो जब नहीं रही. कुछ समय गपशप कर चलते समय संतारा लेने के ख्याल में हमेशा की तरह उससे पूछा, मीठा है? वह बोली, बहुत मीठा है. मगर जब मैंने वही प्रश्न दोहराया तो वह थोड़ा नाराज होकर बोली, मीठा है तो क्या नहीं मीठा होगा. मैंने बरसों पुराने सवाल फिर उछाला. कितनी चीनी डाली? वह मुस्कुराकर बोली, 1 पवा. അപ്പൊ എന്താണ്, അവര് മൽക്കി ഹിൽസിലേക്ക്, യായാവർ മൽക്കി ഹിൽസിലേക്ക് വന്നിട്ട് ആ ബൂട്ടിയായിട്ടുള്ള വൃദ്ധയായിട്ടുള്ള സ്ത്രീനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. നമുക്ക് നോക്കാം. मैंने उस गाग से उस बूटी महिला के बारे में पूछा. അപ്പൊ എന്താണ്, യായാവർ ആ പെട്ടിക്കടയിലുള്ള സ്ത്രീനോട് ആ വൃദ്ധയായ സ്ത്രീനെ കുറിച്ച് ചോദിച്ചു. പതാ ചല വ ഉസ്കി നാനി തി. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ എന്ത് മനസ്സിലായത് എന്താണ്, ആ യുവതിയുടെ നാനിയാണ്, ഗ്രാൻഡ് മദർ ആണ് ആ സ്ത്രീ. ജോ ജബ് നെഹി രഹി. അപ്പൊ എന്താണ്, ആ വൃദ്ധയായ സ്ത്രീ മരിച്ചു പോയിട്ടുണ്ട്, ഇപ്പൊ അവര് ഇല്ല. കുച്ച് സമയ ഗപ്ഷപ് കർ ചലത്തെ സമയ സന്താര ലേനെ കി ഖ്യാൽ സെ ഹമേഷ കി തര ഉസ്സെ പൂച്ച. അപ്പൊ എന്താണ്, യായാവര് മൽക്കി ഹിൽസിലേക്ക് പോയി. അപ്പൊ ആ കടയിൽ നിന്ന് യുവതിയോട് ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന വൃദ്ധയായ സ്ത്രീയെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ യുവതി എന്താണ് റിപ്ലൈ കൊടുത്തത്, അവര് മരിച്ചു പോയിട്ടുണ്ട്, അത് അവരുടെ ഗ്രാൻഡ് മദർ ആയിരുന്നു എന്ന് അവര് പറയുകയാണ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഇയാള് അവരോട് കുറച്ച് സുഖവിവരങ്ങളും ആ മൽക്കി ഹിൽസിൽ 20 വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇയാൾ അവരോട് സംസാരിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ സംസാരിച്ച് ഇവർ ആ കടയിൽ ചെല്ലുമ്പോൾ യൂഷ്വലായിട്ട് ഓറഞ്ചാണ് വാങ്ങുന്നത്. അതേപോലെ അവരോട് എന്താണ് ഈ സന്താരേന്റെ വില ചോദിച്ചു. ഓക്കെ, മീഠ ഹേ എന്ന് ചോദിച്ചു. മധുരമുള്ളതാണോ, ഓറഞ്ച് മധുരമുള്ളതാണോ എന്ന് അവര് എപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ ചോദിച്ചു. വഹ് ബോലി ബഹുത് മീഠ ഹേ. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ആ നല്ല മധുരമുള്ളതാണ്. മഗർ ജബ് മേനെ വഹി പ്രശ്ന ദുഹരായ തോ വഹ് തോടാ നാരാസ് ഹോക്കർ ബോലി, മീഠ ഹേ തോ ക്യാ നഹി മീഠ ഹോഗ. അപ്പൊ എന്താണ്, അവര് നോർമലി യായാവർ ആ കടയിൽ വരുമ്പോൾ ചോദിക്കുന്ന പോലെ തന്നെ ഓറഞ്ചിന് മധുരമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു നല്ല മധുരമുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീടും അവര് ആ ക്വസ്റ്റ്യൻ, പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, ആ ക്വസ്റ്റ്യൻ തന്നെ ദുഹരായ എന്ന് പറഞ്ഞാൽ എന്താ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചപ്പോ അവർക്ക് എന്താ കുറച്ച് ദേഷ്യത്തോടെ അവര് പറഞ്ഞു, മീഠ ഹോ തോ ക്യാ നഹി മീഠ ഹോഗ. മധുരമുണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താന്ന് തിരിച്ച് യായാവരോട് ആ യുവതി ചോദിച്ചു. മേനെ ബർസോം പുരാന സവാൽ ഫിർ ഉച്ചാല. ഇതെന്താണ്, അവര് 20 വർഷത്തിന് മുന്നേ ചോദിച്ച ആ ക്വസ്റ്റ്യൻ വീണ്ടും അവർ ആവർത്തിച്ചു എന്നാണ് ഈ സെന്റൻസിന്റെ മീനിങ്. കിത്നി ചീനി ഡാലി. അപ്പം അവരോട് പിന്നെയും ചോദിക്കുകയാണ്, എത്ര സ്പൂണ് പഞ്ചസാര ഇട്ടു എന്ന് ആ യുവതിയോട് യായാവർ അല്ലെങ്കിൽ ഈ സംസ്മരന്റെ ഓദർ ചോദിക്കുകയാണ്. അപ്പൊ അവരെന്താ പറയാ, വഹ് മുസ്കുരാക്കർ ബോലി 1 പവ. അപ്പൊ വഹ് മുസ്കുരാക്കർ എന്ന് പറഞ്ഞാൽ എന്താ,
ആ യുവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏക് പവ. ഏക് പവ എന്ന് പറഞ്ഞാൽ ഒരു അളവാണ്. എന്താണ്? 1/4 സ്പൂൺ പഞ്ചസാരയുടെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? ഏക് പവ എന്ന് ഹിന്ദിയിൽ പറയുക. ഓക്കെ. അപ്പം ഇതാണ് 20 വർഷങ്ങൾക്ക് ശേഷം യായാവർ ആ പെട്ടിക്കടയിൽ വന്നപ്പോൾ എന്താണ്? ആ യുവതിയുണ്ട്, യുവതിന്റെ കുട്ടിയുമുണ്ട്. അപ്പൊ ഇവരുടെ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ നാനിയാണ് എന്ത്? മരിച്ചുപോയത്. അവരാണ് ആദ്യം ഈ കട നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അവരുടെ മരുമോൾ അല്ലെങ്കിൽ പേരക്കുട്ടിയാണ് ഈ നിൽക്കുന്നത്. ഇപ്പം ഇവരാണ് ഈ കട നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. മേനെ കഹാ ഇത്തനെ മേ തോ മീഠ നഹി ഹോഗ. അപ്പം യായാവർ തിരിച്ചു ചോദിക്കുകയാണ്, എന്താണ്? 1/4 സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരമാകില്ലല്ലോ. ഇത്തനെ മേ തോ മീഠ നഹി ഹോഗ, അത്രയും ഇട്ടാൽ മധുരമാകില്ലല്ലോ എന്ന് യായാവർ ചോദിക്കുകയാണ്. വോ ഹസ്നെ ലഗി. അപ്പൊ എന്താണ്? ആ യുവതി ചിരിക്കാൻ തുടങ്ങി. ഫിർ 2 ഉംഗലിയാ ദിക്കാക്കർ ബോലി 2 പവ. അത് കഴിഞ്ഞിട്ട് എന്താണ്? അവരവരുടെ 2 വിരലുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യായാവറിനോട് പറഞ്ഞു, എന്താണ്? 2 പവ. ഈ സെയിം സാധനം തന്നെയാണ് ആ വൃദ്ധയായ സ്ത്രീയും ഈ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് യായാവറിനോട് റിപ്ലൈ ചെയ്തത്. ആ സമയത്ത് എന്താണ്? ആ വൃദ്ധയായ സ്ത്രീന്റെ കൂടെ അവരുടെ മരുമകളായിട്ടുള്ള ഇപ്പൊ കട നടത്തുന്ന ആ യുവതിയാണ് അവരുടെ കൂടെ ഇരുന്നത്. അതുകൊണ്ടാണ് യായാവരോട് ആ വൃദ്ധയായ സ്ത്രീ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻസ് 20 വർഷങ്ങൾക്ക് ശേഷം യായാവരോട് ചോദിക്കുന്നത്. ഓക്കെ. സുൻകർ മുജെ ബി ഹസി ആകെ. അപ്പൊ യായാവറിന് ആ യുവതി പറയുന്ന കേട്ടിട്ട് ചിരി വന്നു. തബ് തു ജറൂർ മീഠാ ഹോഗ. അപ്പം അതിന്റെ ഉത്തരം ആ വൃദ്ധയായ സ്ത്രീനോട് 20 വർഷം മുന്നേ പറഞ്ഞ അതേ ഉത്തരം തന്നെ ഇപ്പോഴും യായാവർ ഇപ്പൊ കട നോക്കിക്കൊണ്ടിരുന്ന യുവതിയോട് പറയുന്നതാണ്. തബ് തു ജറൂർ മീഠാ ഹോഗ. അപ്പൊ എന്തായാലും മധുരമുണ്ടാകുമെന്ന് പറയുകയാണ്. ഓക്കെ. मैंने संदारे लिए और पैसे उसकी तरफ बढ़ा दिया. അപ്പൊ എന്ത് ചെയ്തു? യായാവർ ഓറഞ്ച് വാങ്ങിയിട്ട് പൈസ ആ യുവതിയുടെ നേരെ നീട്ടി. മഗർ ഉസ്നെ പൈസ ലേനെ സെ ഇൻകാർ കർ ദിയ. അപ്പൊ എന്താണ്? അവര് പൈസ മേടിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഓക്കെ, നിഷേധിച്ചു. അവര് പൈസ വാങ്ങിയില്ല. ഇൻകാർ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു. ഷായദ് ഉസ്നെ മുജെ പെഹചാൻ ലിയാ താ. അപ്പൊ എന്താണ്? യായാവർ അല്ലെങ്കിൽ ഓദർ പറയാണ്, എന്താണ്? ചിലപ്പം ആ യുവതി എന്നെ മനസ്സിലാക്കി കാണും, അതുകൊണ്ടായിരിക്കും അവർ ആ പൈസ വാങ്ങാതിരുന്നേ എന്ന് യായാവർ ഇവിടെ പറയാണ്. मैंने भी उस परी जैसी नन्ही सी लड़की को पहचान लिया था. അപ്പൊ എന്താണ്? യായാവർ പറയാണ്, ഞാനും ആ മാലാഖേനെ പോലെയുള്ള ആ പെൺകൊച്ചിനെ മനസ്സിലാക്കി എന്ന് ആര് പറയാണ്? യായാവർ പറയാണ്. ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ യുവതി എന്ന് പറയുന്നത് എന്താണ്? 20 വർഷങ്ങൾക്ക് മുന്നേ ആ വൃദ്ധയായ സ്ത്രീന്റെ കൂടെ കച്ചവടം ചെയ്യുന്നതിന് കൂടെ ഇരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഓക്കെ. അപ്നി നാനി കെ പാസ് ബൈട്ടി ഹോത്തി. അതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 20 വർഷങ്ങൾക്ക് മുന്നേ ആ വൃദ്ധയായ സ്ത്രീന്റെ കൂടെ കച്ചവടം ചെയ്യുന്നതിന്റെ കൂടെ ഇരിക്കുന്ന കുട്ടിയാണ് ഇപ്പൊ എന്ത്? ആ പെട്ടിക്കടയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. കൂട്ടുകാർക്ക് ഈ ഭാഗം മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചിത്രം എന്താണ്? ആ യുവതി പറയാണ്, എന്താണ്? ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞ പോലെ 2 പവ ചീനി ഡാല എന്ന് പറയുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതാരാണ്? ആ വൃദ്ധയായ സ്ത്രീന്റെ കൊച്ചുമകളാണ് ഇപ്പൊ ഈ കട നടത്തുന്നത്. കൊച്ചുമകളുടെ മകളാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് യായാവറാണ്. 20 വർഷങ്ങൾക്ക് ശേഷം ഷിലോങ്ങിൽ വന്നിട്ട് ആ വൃദ്ധയായ സ്ത്രീനെ കാണാൻ വന്നപ്പോഴാണ് ഇവര് പറയുന്നത്, വൃദ്ധയായ സ്ത്രീ മരിച്ചുപോയി, ഇപ്പൊ ഞങ്ങളാണ് ഈ കട നടത്തുന്നത് എന്ന് പറഞ്ഞ് കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം കൂട്ടുകാർക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കഥ അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ ഇതിന് എന്ത് പറയാം? സംസ്മരൺ എന്ന് പറയാം. ഓക്കെ. ഈ സംസ്മരൺ എന്താണ്? സംസ്മരന്റെ പേര് മീഠ സന്താര. എന്താണ്? സ്വീറ്റ് ആയിട്ടുള്ള
ഓറഞ്ച് എന്നുള്ളൊരു കഥയാണ്. ഇതെന്താണ്, യായാവർ എന്ന് പറയുന്ന ഒരു ഓതർ ഷിലോങ്ങിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷിലോങ്ങിലെ മൽക്കി ഹിൽസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ സ്ഥിരമായിട്ട് അയാൾ പോയിക്കൊണ്ടിരുന്ന ഒരു പെട്ടിക്കടയിലെ ഒരു വൃദ്ധയായ സ്ത്രീന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് അയാൾ പറയുന്നത്. ആ സമയത്ത് അയാൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ വൃദ്ധയായ സ്ത്രീ ഒരു പെട്ടിക്കട നടത്തിയിരുന്നു. അതിലെന്തൊക്കെയാണ്, അയാള് എന്താണ് സീസണൽ ഫ്രൂട്ട്സ് ആണ് ആ വൃദ്ധയായ സ്ത്രീ അവിടെ വിറ്റുകൊണ്ടിരുന്നത്. സ്കൂൾ കുട്ടികളായിരുന്നു ആ വൃദ്ധയായ സ്ത്രീന്റെ കടയിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. പിന്നെ എന്താണ്, ആ സമയത്ത് യായാവറും എന്താണ് ആ കടയിൽ പോയിട്ട് ഓറഞ്ച് എല്ലാം വാങ്ങുമായിരുന്നു. പിന്നെ എന്താണ്, സ്ത്രീയോട് കുശല വർത്താനങ്ങളും അവരുടെ വിശേഷങ്ങളൊക്കെ അറിയുമായിരുന്നു. പിന്നെ 20 വർഷം പിന്നെ അയാൾ ആ സമയത്ത് അവിടെ നിന്ന് ആ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് യായാവർ 20 വർഷങ്ങൾക്ക് ശേഷം അവരാ വൃദ്ധയായ സ്ത്രീയെ കാണാൻ വേണ്ടി ഷില്ലോങ്ങിലെ മൽക്കി ഹിൽസിലേക്ക് വീണ്ടും പോകുന്ന സമയത്ത് അവർ മരിച്ചു പോകുകയും അവരുടെ മരുമകള് ആ കട നടത്തുകയും മരുമകളുടെ മകളും കൂടെ ആ കട നടത്തുകയും അപ്പം ആ വൃദ്ധയായ സ്ത്രീന്റെ വിശേഷങ്ങളും അവർ മരിച്ചുപോയ കാര്യങ്ങളും അവർ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ് നമ്മൾ കേട്ടത്. ഇതാണ് ഇതിന്റെ സമ്മറി. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു സോ മച്ച്.